ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഴം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 റോബസ്റ്റ് പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഒന്ന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് നമുക്കൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ബാറ്റർ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കട്ടയില്ലാതെ നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തപ്പോൾ നമുക്കിത് അത്യാവശ്യം കട്ടിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു കട്ടിയിലാണ് ഇവിടെ കലക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. നമുക്ക് പാൻ ചൂടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാനൊക്കെ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു തവി മാവാണ് ഒഴിച്ച് കൊടുക്കുന്നത്. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഞാനൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മുകൾ ഭാഗം ഫുള്ളായിട്ട് കുക്കാവാൻ വേണ്ടി നിൽക്കരുത്. അതിന് മുന്നേ തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കറക്റ്റ് കളറായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.